തലയോട്ടി തകർന്നു, വാരിയല് ഒടിഞ്ഞു ഞുറുങ്ങി, മക്കളെ തനിച്ചാക്കി ആ അമ്മ പോയി. താൻ കഷ്ടപ്പാടനുഭവിച്ചാലും മക്കൾക്ക് നല്ലൊരു ഗതി ഉണ്ടായാൽ തങ്ങളുടെ കുടുംബം രക്ഷപ്പെടും എന്ന് കരുതി മക്കൾക്ക് വേണ്ടി രാപകൽ അധ്വാനിച്ച ഒരമ്മയ്ക്കാണ് ഈ ഗതി ഉണ്ടായത്. കൂലിപ്പണിക്കാരനായ ബിന്ദുവിൻ്റെ ഭർത്താവ് വിശ്രുതൻ തന്നെ പറയുന്നു, മക്കളെ വളർത്തുവാൻ ഞാനൊന്നും അറിഞ്ഞില്ല, അവളാണ് മക്കളെ പൊന്നുപോലെ വളർത്തിയത് എന്ന്. എല്ലാം അവള് തന്നെയായിരുന്നു, എൻ്റെ ഭാര്യയായിരുന്നില്ല. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ, അത് പൂർത്തീകരിച്ചതുമില്ല. അത് പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് ഇവിടെ 1 രൂപ കിട്ടുമ്പോൾ 2 രൂപ നമ്മൾക്ക് വേറെ പോയാൽ, അപ്പോൾ ഇതിനകത്തൊന്നും തൊട്ട് വരട്ടാൻ നമുക്ക് പറ്റുന്നില്ല. എനിക്ക് നിത്യേന പണിയില്ല, അസുഖമൊക്കെയാണ്. പിന്നെ ഭാര്യയ്ക്ക് അവൾക്കും അസുഖമാണ്. അവൾക്ക് ഇവിടെ എവിടെയൊക്കെ മൊഴിയും പിന്നെ പോയിട്ട് എല്ലാ അസുഖമുണ്ട്. ഞാൻ പറഞ്ഞ ഈ മരിക്കുമ്പോഴും ബ്ലഡ് എൻ്റെ കൊണ്ടുവരിക. ബ്ലഡ് കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞു, നീ പടമൊന്നും കയറണ്ട, ഞാൻ കയറിക്കൊണ്ട് ഞാൻ പുറത്തുണ്ട്, നീ പൊയ്ക്കോ, ഫുഡ് കൊടുത്ത് കൊച്ചിന് മെഡിസിൻ കൊടുക്ക്, ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഉള്ളതല്ലേ, 3 ആഴ്ച അവിടെ കിടക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം, ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടി ആയിരിക്കും ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ കയറി പോയിക്കോ. അപ്പോൾ 10 മണി വരെ ഞങ്ങൾ നല്ല രീതിയിലാണ് മീറ്റ് ചെയ്തത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നെ വിട്ടു പോകുമായിരുന്നു, മരണത്തിലോട്ട് പോകുമായിരുന്നു. ഒന്നും വിളിച്ചില്ല. അങ്ങനെയുള്ളൊരു ഇടപെടലൊന്നും അവർ നടത്തിയില്ല. അവർ തെരഞ്ഞു പിടിച്ച് നോക്കണ്ടേ ഇല്ലയോ, അതിന് ആൾ വന്നിട്ടുണ്ടോ, അവിടെ ഭർത്താവുണ്ടോ, അവിടെ ആര് ബന്ധുക്കളുണ്ടോ, അതൊക്കെ നോക്കണ്ടേ ഇല്ലയോ. ആ ഭാഗത്ത് നിന്ന് അവർ ഒന്നും ഉണ്ടായില്ല. ഒന്നും വിളിച്ചില്ല, ഒരു ഭാഗം വിളിച്ചില്ല. പിന്നെ അവര് ആശുപത്രിക്കാർ വിളിക്കണ്ടേ, ഈ ഭരിക്കുന്ന ആൾക്കാർ വിളിക്കണ്ടേ, അവിടെ എന്താ പറ്റിയെന്നുള്ള അവര് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി, അത് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അത് ശരിയായ നടപടിയാണോ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവിടെ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ബാത്റൂം? നിങ്ങളുടെ ഈ ചാനൽ TV, ഈ നിങ്ങളുടെ ഈ മീഡിയ വഴി അത് അവർ പറഞ്ഞു കേട്ടല്ലേ? നിങ്ങൾ അവിടെ പാർട്ടി കിടന്ന ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങൾ ഇവിടെ കിടന്നതാ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിരുന്നു, ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടിരുന്നതാ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ മോളെ അന്നും രാവിലെ കുളിച്ച്, എന്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച അവിടെ ആ ബാത്റൂമിലാ. അപ്പൊ രാവിലെ എല്ലാരും കുളിക്കുക അവിടെ കിടക്കുന്നവര് ആ വാർഡില്. എന്നിട്ട് അവർ പറഞ്ഞ് ഇത് വേസ്റ്റ് ഇടുന്ന സാധനമാണെന്ന് പറഞ്ഞാൽ അത് വരെ അംഗീകരിക്കൂ? വലിയ കടബാധ്യതയുണ്ട്. കടബാധ്യതയൊക്കെ ഉണ്ട് സാറേ, എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് കടബാധ്യത. പഞ്ചായത്ത് കിട്ടിയത് അതൊക്കെ അങ്ങനെ കിടക്കേണ്ട, പകുതി തേച്ച് അതൊക്കെ ഒന്നും ആയില്ല. അത് അന്നത്തെ കാലത്ത് എങ്ങാണ്ട് 35,000 രൂപ അന്ന കാലത്ത്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. വീട് കിട്ടിയിട്ടുണ്ട് 10-15 വർഷത്തിന് മേലെ. അന്ന് അത്രേ ഉള്ളു. ഇന്നിപ്പോൾ സാധനത്തിന് വില കൂടി ഇപ്പം വലിയ എമൗണ്ടാണ് അത് കിട്ടുള്ളൂ. അതൊക്കെ അടച്ചു തീർന്നത് വീടൊക്കെ കിടക്കുന്നതിന് മൊത്തത്തിലൊരു തകർച്ചയായി. ഞാൻ എന്നാ ചെയ്യണമെന്ന്, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നല്ലോ അവിടെ, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇതിനൊക്കെ ഓടുമായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കാണാനില്ല, ഭാര്യയും കാണാനില്ല, നെട്ടോട്ട് ഓടുമായിരുന്നു. ഈ ഇന്നലെ ഇത് വൈഫിനെ കാണാനില്ലെന്ന് അറിഞ്ഞിട്ട് അവിടെ എല്ലാവരോടും പറഞ്ഞിട്ട് പിന്നെ തിരക്കുമായിരുന്നു. ആ വാരി കിടന്ന ആൾക്കാരുടെ ഓടിയാണ് തിരക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ കൊച്ചുതേൽ അവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ അവരാ കൊണ്ട് കാണിച്ചു തന്നെ. അവിടെ വാർഡിൽ കിടന്നവർ ഓടുമായിരുന്നല്ലോ. കെട്ടിട ഇടിയെന്നൊന്നും പറഞ്ഞ് അവിടെ നിന്നുള്ളവർ. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ 10-15 ബെഡിൽ ആൾക്കാർ കിടക്കുക, വയ്യാത്ത ആൾക്കാരും സർജറി കിടന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ കിടക്കുക. അവർ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് അവരുടെ ജീവൻ പോയത്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി. ഭാര്യയെ കണ്ടില്ല, അവർക്ക് കൊച്ചിനും അറിയത്തില്ല ഭാര്യ അവിടെ പോയെന്ന്. ബാത്റൂമിൽ പോയ മുഖം കഴുവാൻ അങ്ങോട്ട് പോയെന്നാ കൊച്ചു പറഞ്ഞ്. അപ്പോഴാണ് ഇത് ഇടിയുന്നത്. അപ്പോഴേ തെരച്ചിൽ നടത്തിയായിരുന്നെങ്കിൽ ചിലപ്പം ജീവനോട് കിട്ടിയേനെ. പക്ഷെ അന്നേരവും തെരച്ചിൽ നടത്തിയില്ലല്ലോ. ഇവര് അപ്പോഴും പറയുന്ന കള്ളത്തര പറഞ്ഞ് എന്നാ ഇത് ഉപയോഗിക്കുന്നില്ല അല്ലയോ, ഇപ്പോൾ ഇത് ഉപയോഗിച്ചില്ല, അവിടെ ആരും കുളിച്ചില്ല, അത് നമ്മൾ ഉപയോഗിക്കാത്തതാണ്. അവരത് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും അവർ കാര്യമായിട്ട് അന്വേഷിക്കാനില്ല. അവരെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എന്നാ പറഞ്ഞേ? ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറയാനാണോ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് അങ്ങനെ തന്നെ. അത് വീഴ്ചയില്ലാതാക്കാൻ വേണ്ടി അവരത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ ഉള്ള കിടന്ന ആൾക്കാരുടെ നിങ്ങൾ മൊഴിയൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? അവരെന്നാ പറഞ്ഞേ? ഞാൻ കേട്ടോണ്ടിരിക്കുക ഒരു ചേച്ചി അലമുറയായിട്ട് പറയുന്നത്, ഞങ്ങൾ അവിടെ കിടന്ന രാവിലെ ഞങ്ങൾ കുളിക്കാൻ പോയതാ, ഞങ്ങളെല്ലാം ചെയ്തതാ, അവിടെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ. സാമ്പത്തിക സഹായത്തെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും അങ്ങനെ പറയാം? ഇല്ല, അങ്ങനെ ഇന്നലെ വന്ന് പറഞ്ഞ് അവർ ബോർഡ് കൂടി തീരുമാനിക്കാന്നാ പറഞ്ഞത്. ഇപ്പം മുഖ്യമന്ത്രിയും അവിടുത്തെ പിന്നെ സൂപ്രണ്ടും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്താം. അവർ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ അവിടെ വന്ന് എന്നെ കാണാനൊന്നും വന്നില്ല. അവിടെ കണ്ട് അവിടെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. അവിടെ വന്നപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞ്
അപ്പോൾ ഇവർ ഇന്നലെ ഇവിടെ CPM-ന്റെ ആൾ വന്ന് ഇവിടെ വന്നു, വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ അവർ അനിൽകുമാർ സാറാ, പുള്ളിക്കാരി ചാനലിൽ വരുന്നത്. പുള്ളി വന്ന് പറഞ്ഞ് ഇത് കണക്ക് കൊച്ചിൻ്റെ ചികിത്സയുടെ കാര്യം, ഓപ്പറേഷനൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുക, അത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് നമുക്ക് പോകാനൊക്കെ ഇല്ല, പോയില്ലയോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനടി അതിനോട് ഓർഡർ കൊടുക്കും, അല്ലയോ? ഉടനടി ഒരു ഓർഡർ കൊടുക്കും. അല്ലെങ്കിൽ ആനയെ വെട്ടി കൊല്ലിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊല്ലിയോ ഒരു ജീവൻ പോകുമ്പം അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, സർക്കാർ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം. ഞങ്ങൾ ഈ കണ്ടില്ലയോ, ഞങ്ങളെങ്ങനെ വലിയ ധനസ്ഥിതിയുള്ള ആൾക്കാരാണ്. സർക്കാർ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചേച്ചിയുടെ വരുമാനത്തിലുണ്ട്. ഇപ്പം ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് മായ്ച്ച് തേച്ച് കളയരുത്. ഏതാ 2 ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി, ഏറ്റവും അവസാനം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അതുണ്ടാവരുത് അവിടെ. അപ്പോൾ അതിനെന്ത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും ഉണ്ടാവണം. ഇല്ല, ആരും വിളിച്ചില്ല. ഇല്ലില്ല. എൻ്റെ അടുത്ത് ഭാസ്മ സാറൊക്കെ അവിടെ വന്നു. എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല, എല്ലാവരും ചോദിച്ചു പറഞ്ഞ് വരണ്ടായോ, ഇന്നാളെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. ഞാൻ അവിടെ 3-4 ദിവസം കൊണ്ട് ഞാനുണ്ട് അവിടെ. അപ്പോൾ ഞാനുണ്ടെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം എന്നെ ഒന്ന് കാണണ്ടായോ? എന്നെ കണ്ടില്ല. ഞാൻ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. ഇത് അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയിന്ന് പോയത്. ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതിയായിരുന്നു, ഇവള് പോയിരുന്നു. 2 മന്ത്രിമാരും ഇവിടെ ഉണ്ടായിട്ട് എന്നെ അന്വേഷിച്ചില്ല. അവരവരെ കാര്യം കഴിഞ്ഞ് ഇതാ പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോകുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. മന്ത്രിമാര് വാസവ സാറേ ഉള്ളായിരുന്നു, മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ കണ്ടില്ല. ഒന്നും ചെയ്തില്ല. ജില്ലാ കളക്ടർ ഒന്നുമില്ല. ആരും വിളിച്ചിട്ടില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. സർക്കാർ തലത്തിൽ സർക്കാർ തലത്തിൽ നിന്ന് ഒന്ന് രേഖാമൂലം ഞങ്ങളുടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ആരാണ് ചേട്ടാ നടത്തിയത്? അവിടുന്ന് ബോഡി നമ്മുടെ സ്വന്തം നിലയിലാണ് ഇതെല്ലാം ചെയ്തത്. ആ നില അത് എനിക്കൊന്ന് അവര് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതെന്ന് എനിക്കൊന്ന്. മറ്റേ പോസ്റ്റ്മോർട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാണ് അന്ന് എനിക്ക് തോന്നുന്നു. നവനീത് എങ്ങനെ അവിടെ എത്തിയത്? നവനീത് ഇവിടെ ഒരു ചെറിയ ജോലി നിൽക്കുക. അവനെ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എടപ്പള്ളി എന്ന് പറഞ്ഞിടത്ത് ഒരു ചെറിയ ജോലി നിൽക്കുകയായിരുന്നു. ഞാൻ വിളിക്കുകയായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ കാണാനില്ലടാന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വരുമായിരുന്നു. അപ്പൊ ചേട്ടൻ അറിഞ്ഞിരുന്നു ഇങ്ങനെ സംഭവം? ഞാൻ അപ്പോഴും വരെ അറിഞ്ഞില്ല, ഞാൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അടുത്താണ് നവനി ജോലി കയറിയത്? ഈ അടുത്ത ഒരു മാസമായി. ഇപ്പം ഇന്നലെ എന്നെ വിളിച്ച് 1 മാസം ശമ്പളം ഞാൻ മേടിച്ച്. ശമ്പളം കൊണ്ട് അമ്മയുടെ കൊണ്ട് കൊടുക്കണം, അമ്മയുടെ ആദ്യം അമ്മയുടെ ശമ്പളം കൊണ്ട് കൊടുക്കണം, എന്റെ വേണ്ട. മൂത്തമകൻ നവനീതിനെ പഠിപ്പിച്ച് എഞ്ചിനീയറാക്കി. മകൾ നവമ്യയെ ആന്ധ്രയിൽ നഴ്സിംഗിന് ചേർത്തു. ന്യൂറോ സർജറിയൊക്കെ കഴിഞ്ഞ് മകൾ മിടുക്കിയായി ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്ന് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ബിന്ദുവിനെ മരണം തട്ടിയെടുത്തത്. മക്കൾക്ക് ഇപ്പോഴും വിശ്വസിക്കുവാൻ പറ്റുന്നില്ല തങ്ങളുടെ അമ്മ തങ്ങളെ വിട്ടുപോയെന്ന്. മുഖമാസകലം മുറിവുകളുണ്ടെങ്കിലും സ്വസ്ഥമായി സമാധാനമായി ഉറങ്ങുന്നത് പോലെയാണ് ബിന്ദു ആ മൊബൈൽ മോർച്ചറിയിൽ കിടന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണുള്ള ബിന്ദുവിൻ്റെ മരണം അതിദാരുണമായിരുന്നുവെന്ന് ഫോറൻസിക് ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. ആന്തരികാവയവങ്ങളിലുണ്ടായ ഗുരുതര ക്ഷതം കാരണമാണ് മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കോൺക്രീറ്റ് ബീമുകളും കല്ലുകളും ഉൾപ്പെടെയുള്ള ഭാരമേറിയ വസ്തുക്കൾ പതിച്ചാണ് ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കോൺക്രീറ്റ് തൂണുകൾ വീണ് ബിന്ദുവിൻ്റെ തലയോട്ടി തകർന്നിരുന്നതായാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിന്ദുവിൻ്റെ മുഖത്തും സാരമായ പരിക്കേറ്റിരുന്നു. തലയുടെ 3/4% തകർന്നിരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. വാരിയല് ഒടിഞ്ഞിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രക്ഷാപ്രവർത്തനം 2.25 മണിക്കൂറോളം വൈകിയാണ് ആരംഭിച്ചത്. ഇതാണ് ബിന്ദുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് എന്ന് ശരിവെക്കുന്നതാണ് ഈ റിപ്പോർട്ടുകൾ. ബിന്ദുവിനെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും പുറത്തെടുത്ത സമയത്ത് ശ്വാസം ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. മന്ത്രിമാർ വാചകമടിച്ച് ആ വിലപ്പെട്ട സമയം കളയുന്നതിന് പകരം നേരത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ബിന്ദുവിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. എൻ്റെ കുഞ്ഞ് ചതഞ്ഞുപോയി മക്കളെ, അത്രയും നേരം അവൾ മണ്ണിനടിയിൽ കിടക്കുമായിരുന്നു മോനെ എന്ന് പറഞ്ഞുള്ള ബിന്ദുവിൻ്റെ ആ പെറ്റമ്മയുടെ കരച്ചിൽ കണ്ടുനിന്നവർക്ക് സഹിക്കാനായില്ല. ആ ദൃശ്യങ്ങളിലേക്ക്.
ഈ കുടുംബം കഴിയുന്ന ആ കൊച്ചിന്റെ ഒറ്റ എന്തുകൊണ്ട് ഇവിടെ അടുത്ത് തലയോലപ്പറമ്പിൽ ഒരു കടയിൽ പോയി 15 വർഷമായിട്ട് 300 രൂപ കൂലി ചെയ്യുന്ന ആ കൂലി കൊണ്ടുവന്ന ഇതല്ല ഈ വീട് കഴിയുന്നേ. സർക്കാരിന്റെ ഒരു ഇതും ഇല്ല. വീട് കണ്ടോ, ആ കൊച്ചിന് ഇനി വലിയ ഓപ്പറേഷൻ, മറ്റേ ചെറുകനാകെ തകർന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം. ഞങ്ങൾക്ക് ഒരു സഹായവും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ എന്തോ ഒരു 5 2 ഞങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാ. എന്തെങ്കിലും കൊടുത്താൽ വല്ലോ ഈ കുടുംബത്തിന് പറ്റുമോ? തൊട്ടടുത്തുണ്ടായിട്ടും അവിടെ വരെ പോകാത്ത പിണറായി വിജയൻ 10 ദിവസത്തെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് അല്പസമയത്തിനുള്ളിലേക്ക് പറക്കും. 50,000 ഉലുവയുമായി വാസവൻ ആ വീട്ടിൽ എത്തിയിരുന്നു. ഈ മരണത്തിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥ കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുത്ത് ആ കുടുംബത്തിന് അർഹമായ സഹായം നൽകണം. ആ വീടിൻ്റെ നെടുംതൂണാണ് നഷ്ടപ്പെട്ടത്. അവർക്കൊരു വീടും ആ മക്കൾക്കൊരു ജോലിയും ഉൾപ്പെടെ നൽകി അവരോടൊപ്പം സർക്കാർ ഈ സങ്കടാവസ്ഥയിൽ നിൽക്കണം. ഒന്നുകൊണ്ടും നികത്തുവാൻ പറ്റാത്ത ഒരു വിടവാണ് ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇത്രയുമെങ്കിലും സർക്കാർ ചെയ്തേ മതിയാവൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.